കേരളത്തിൽ OBC സംവരണം 40% ജാതി സംവരണമായി അട്ടിമറിച്ച നടപടി മറാത്ത കേസിലെ സുപ്രീം കോടതി വിധിയോടെ തിരുത്തലുകൾക്ക് വിധേയമാകുമെന്ന് CBCI ലേറ്റി കൗൺസിൽ. വിധി സാമ്പത്തിക സംവരണം ഇല്ലാതാക്കുമെന്ന രീതിയിൽ ചിലർ നടത്തുന്ന ബോധപൂർവമായ കുപ്രചരണങ്ങൾ ശുദ്ധ അസംബന്ധവും ജനങ്ങളിൽ തെറ്റിദ്ധാരണയും ഭിന്നതയും സൃഷ്ടിക്കുന്നതുമാണെന്ന് കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ മറാത്ത സമൂഹത്തിന് 16% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെയുള്ള സുപ്രീംകോടതി വിധി ജാതി സംവരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളതാണെന്ന് അദ്ദേഹം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഇതിനെ സാമ്പത്തിക സംവരണം ഇല്ലാതാക്കുമെന്ന രീതിയിൽ ചിലർ നടത്തുന്ന ബോധപൂർവമായ കുപ്രചരണങ്ങൾ ശുദ്ധ അസംബന്ധവും ജനങ്ങളിൽ തെറ്റിദ്ധാരണയും ഭിന്നതയും സൃഷ്ടിക്കുന്നതുമാണ്. സാമ്പത്തിക സംവരണത്തെക്കുറിച്ച് ഒരു പരാമർശവും വിധിന്യായത്തിലില്ല. അതേസമയം ജാതിയിൽ അധിഷ്ഠിതമായ സംവരണത്തിൽ കോടതി ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഈ കോടതി വിധിയിലൂടെ കുരുക്കുവീണിരിക്കുന്നത് നിലവിലുള്ള ജാതിമത സംവരണത്തിനാണ്. ഭരണഘടനയുടെ 102 ഭേദഗതിയാണ് വിധിന്യായത്തിൽ കോടതിയുടെ പരിഗണനയിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയ സാമ്പത്തിക സംവരണത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. സുപ്രീംകോടതി വിധി മൂലം ജാതി സംവരണ മാനദണ്ഡങ്ങളിലും ശതമാനത്തിലും സംസ്ഥാനങ്ങൾക്കുള്ള അധികാരത്തിലും വരുന്ന ആളുകളിൽ പൊളിച്ചെഴുത്തുണ്ടാകും. കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന 40% OBC സംവരണത്തിലുള്ള അനർഹരായവർ ഒഴിവാക്കപ്പെടുന്നതിന് ഇതിടയാക്കും. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ 27% മാത്രമുള്ള OBC സംവരണം 40% ജാതി സംവരണമായി കേരളത്തെ അട്ടിമറിച്ചിരിക്കുന്നത് തിരുത്തലുകൾക്ക് വിധേയമാകുന്നില്ലെങ്കിൽ സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും VC സെബാസ്റ്റ്യൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഷെക്കന ന്യൂസ്.